സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണ് ഈ ഉക്രൈനുമായി ബന്ധപ്പെട്ട അവിടെ പുറത്തു പോയി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇനി അവരുടെ ഭാവി എന്താണ്. വിദേശ പഠനം ഒരു നല്ല ഓപ്ഷൻ അല്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു തെറ്റിദ്ധാരണ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെയും ഏത് പോയിന്റിൽ വേണമെങ്കിലും ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ MBBS വരുന്ന ഒരു കോസ്റ്റ് അത്രയും ഹ്യൂജാണ്. അത്രയും ഹ്യൂജായിട്ടുള്ള കോസ്റ്റ് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അത്രയും ഗവൺമെൻറ് കോളേജുകളില്ല. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട് പഠിക്കുന്നത്. പക്ഷെ അവരെ എഫോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് എഫോർഡ് ചെയ്യാവുന്ന ഒരു സംവിധാനം, അത്രയും നമ്പർ ഓഫ് കോളേജസ് നമ്മുടെ നാട്ടിലില്ല. മാത്രമല്ല, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ളതിൻ്റെ പേരിലുള്ള 3 ഘടകങ്ങളാക്കിയിട്ടുള്ള MCQസിൻ്റെ മുകളിൽ മാത്രം ഒരാളുടെ അക്കാഡമിക് ഇൻ്റലിജൻസ് തെളിയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന, നല്ല റാങ്കുള്ള അല്ലെങ്കിൽ നല്ല റാങ്ക് മേടിക്കാൻ പറ്റാതെ എന്നാൽ അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊന്നും തന്നെ ഈ എഡ്യൂക്കേഷൻ, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ഒരിക്കലും അഫോർഡബിൾ അല്ല. മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പുറത്തേക്കുള്ള ജോർജിയ ആണെങ്കിലും അല്ലെങ്കിൽ യുക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും എവിടെയാണോ ഈ എഡ്യൂക്കേഷൻ ചീപ്പായിട്ട് കിട്ടുന്നത് അത് സ്വാഭാവികമായിട്ടും അവർ അത്തരം ഓപ്ഷൻസ് തേടി പോയിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും തന്നെ അതൊരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് അല്ലെങ്കിൽ പുറത്തു പോകുന്നത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് അറൌണ്ട് 40 lakhs 50 lakhs ഒക്കെയാണ് US ചാർജ് ചെയ്യുന്നത്. എത്ര കുറവ് 1 year ഡിപ്ലോമ പ്രോഗ്രാം എടുത്താലും ഇറ്റ് വിൽ കോസ്റ്റ് 15-20 lakhs കാനഡയിലൊക്കെ ആണെങ്കിൽ. സോ അത്തരത്തിലുള്ള ഒരു കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ എവിടെയാണോ എഡ്യൂക്കേഷൻ ചീപ്പറായിട്ട് കിട്ടുന്നത് അവിടേക്ക് ഒരു ഇൻഫ്ലോ സംഭവിക്കുന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഉക്രൈൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു കാര്യത്തിനെ വിശദീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ അൺസർട്ടനിറ്റി എന്നുള്ളത് വേറെ രൂപത്തിലും വരാം. ഇപ്പോൾ പാൻഡമിക് എന്നുള്ളത് ഒരു COVID-19 എന്നുള്ളത് നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്തൊരു കാര്യമല്ല. എന്ന് വിചാരിച്ച് ചൈനയിൽ പോയി പഠിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ചൈന കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്ന ഒരു കാരണം കൊണ്ടാണ് അത്രയും കുട്ടികൾ അവിടേക്ക് പോയിരുന്നത്. അപ്പോൾ പാൻഡമിക് വന്നതിൻ്റെ, ഈ കോവിഡ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് എഡ്യൂക്കേഷൻ മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ എവിടെയാണോ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കുറവുള്ളത് അവിടെ പോയി അത് അവെയിൽ ചെയ്യണം. ലോൺസ് എല്ലാം മിനിമൈസ് ചെയ്ത് കരിയർ തുടങ്ങുമ്പോൾ ഒരു വളരെ മിനിമലായിട്ടുള്ള ലോൺ ലയബിലിറ്റി മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ പൊതുവെ വെച്ച് പുലർത്തേണ്ടത്.